നമസ്കാരം. കേരളത്തിലെ ഏറ്റവും അധികം സാമ്പത്തിക ക്രമക്കേട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ബോബി ചെമ്മണ്ണൂരാണ്. എന്നാൽ ബോബി ചെമ്മണ്ണൂർ മറ്റ് തട്ടിപ്പുകാരെ പോലെ പിടിക്കപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബോബിക്കൊരു ജുവലറി ശൃംഖലയുണ്ട് എന്നതാണ്. മറ്റു പലർക്കും ഈ തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. ബോബി ചെമ്മണ്ണൂർ ജുവലറി ശൃംഖലയുണ്ട്. ആ ജുവലറി ശൃംഖലയിലേക്ക് ആളെ കൊണ്ടുവരാൻ അറിയാം. മാത്രമല്ല ബോബി ചെമ്മണ്ണൂർ ഒരു നന്മമരമായി അറിയപ്പെടുകയും അതിൻ്റെ പേരിൽ കൃത്യമായി മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ ഒരിക്കലും പ്രകോപിതനാവില്ല. എത്ര വാർത്ത കൊടുത്താലും എന്ത് ചെയ്താലും ബോബി പ്രകോപിതനാവുകയോ ആരും പിണക്കുകയോ ചെയ്യാറില്ല. ബോബി ഈ ഷോ മുഴുവൻ നടത്തുന്നത് ആളുകളുടെ കയ്യിലിരിക്കുന്ന പണം കൈപ്പറ്റാണ്. വാസ്തവത്തിൽ ഈ സ്വർണ്ണക്കടകളുടെയൊക്കെ മറവിൽ ബോബി ചെമ്മണ്ണൂർ വലിയ തോതിൽ ജനങ്ങളെ പിഴുതെടുത്ത് ജനങ്ങളുടെ പണം ഡിപ്പോസിറ്റായി വാങ്ങി അതുകൊണ്ടാണ് പ്രസ്ഥാനം ഓടി. ആയിരക്കണക്കിന് ഏജന്റുമാരുണ്ട്. അവർക്കെല്ലാം കമ്മീഷൻ ബേസിൽ നിയോഗിച്ചിരിക്കുന്ന ഏജന്റുമാരാണ്. ബോബി ചെമ്മണ്ണൂർ പ്രോപ്പറായി വളരെ കുറച്ച് ബിസിനസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബോബി ചെമ്മണ്ണൂർ മിക്ക സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥനെയല്ല. എന്നെങ്കിലും ഈ ശൃംഖല പൊട്ടിത്തകർന്നാൽ ബോബി ചെമ്മണ്ണൂർ കൈയൊഴിയും. കാരണം ബോബിയുടെ പേരിൽ ഒന്നുമില്ല. എല്ലാം ഓരോ ജീവനക്കാരുടെയും ആളുകളുടെയും ഒക്കെ ബിനാമി പേരുകളാണ്. ബോബി ഇതിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ ഇവിടെ നിന്നൊക്കെ വരുമാനം കൈപ്പറ്റുകയാണ് ടെക്നിക്കലി ചെയ്യുന്നത്. ബോബിയുടെ ലാഭവും വിഹിതവും ഒക്കെ ബോബി സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്. ആർക്കും എടുക്കാനും കഴിയില്ല. വളരെ വ്യക്തമായ രീതിയിൽ ബോബി തട്ടിപ്പ് നടത്തുന്നു. ഈ തട്ടിപ്പിന് കേരളത്തിലെ മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു. ചാനലുകളും പത്രങ്ങളും ബോബി ചെമ്മണ്ണൂർ നിരന്തരം പറയുന്ന വ്യാജ കഥകൾ വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ റിസോർട്ട് ജപ്തി ചെയ്തതിനെക്കുറിച്ച് ഞാൻ വാർത്ത കൊടുത്തിരുന്നു. ബോബി ചെമ്മണ്ണൂർ അതിനെയും ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. വാസ്തവത്തിൽ കോടതി ഉത്തരവ് സഹിതം കൊടുത്തിട്ട് പോലും ബോബി നിഷേധിക്കുന്നു എന്നുള്ള ആ ഉളുപ്പില്ലായ്മ, അതാണ് ബോബിയുടെ പ്രത്യേകത. എന്നിട്ട് പുതിയ 2 സംരംഭങ്ങൾ കൂടി ബോബി ചെമ്മണ്ണൂർ തുടങ്ങിയിരിക്കുന്നു. രണ്ടും തട്ടിപ്പാണ്. ഒന്ന്, ബോബി ചെമ്മണ്ണൂർ പറയുകയാണ്, ബോബി ഹോംസ്, ആരും വീടില്ലെങ്കിൽ വിഷമിക്കേണ്ടെങ്കിൽ വന്നാൽ മതി, ഞാൻ നിങ്ങൾക്കൊക്കെ വാടകയ്ക്ക് വീട് തരാം, കൃത്യമായി എനിക്ക് വാടക തരണം, നിങ്ങളുടെ ഒരു സിബിൽ സ്കോറും ഞാൻ നോക്കത്തില്ല, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വീടങ്ങ് തരും. അതായത് ബോച്ചെ ഹോംസ് RTO റെന്റ് ടു ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിൽ സ്കോർ ഒന്നും വേണ്ട, നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഒന്നും വേണ്ട, നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബോച്ചെ ഹോംസിൽ വന്ന് താമസിക്കാം. പെട്ടിയും കടക്കെടുത്ത് വന്നാൽ മതി, ഒന്നും വേണ്ട, മാസം വാടക തരിക. അങ്ങനെ 100 മാസം വാടക തന്നു കഴിഞ്ഞാൽ ആ ഫ്ലാറ്റോ ആ വീടോ നിങ്ങളുടെ ആയി മാറും. സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം സാധിക്കുമെന്ന് നടക്കില്ല. ഒരാൾക്ക് വാടകയ്ക്ക് ഒരു വീട് കൊടുക്കണമെങ്കിൽ ഡിപ്പോസിറ്റ് വാങ്ങണം, ഈ വാടക കൃത്യമായി നിശ്ചയിക്കണം, എന്നിട്ട് ഈ വാടക തരാനുള്ള ശേഷിയുണ്ടെന്ന് ഉറപ്പാക്കണം. ഒരു സിബിൽ സ്കോറും ഇല്ലാതെ ഒരു വരുമാനമില്ലാത്ത ഒരാൾ ചെന്നാൽ അയാൾ വാടക കൊടുത്താൽ ഇവരെങ്ങനെ ഈടാക്കും? അപ്പോൾ ഇതിനൊരു പദ്ധതിയോ പ്ലാനോ ഒന്നുമില്ല, എത്ര വാടകയെന്നില്ല, യോഗ്യതയെന്നില്ല, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു പ്രഖ്യാപനം ഒരിക്കലും സാധ്യമല്ല. പക്ഷേ ഒരു വാർത്ത ഉണ്ടാക്കുന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ മറ്റൊരു ഉടായ്പുമായി രംഗത്ത് വന്നിരിക്കും. ബോച്ചെ ഇൻഷുറൻസ് പറഞ്ഞാൽ രംഗത്ത് വന്നിരിക്കുന്നത്. സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാല് ബോച്ചെ ഇൻഷുറൻസ് കമ്പനി ലോഞ്ച് ആണ് ഇന്ന്. അപ്പോ വണ്ടികൾ മാത്രമല്ല, ഹെൽത്ത്, ജനറൽ എല്ലാ ഇൻഷുറൻസും ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ബോച്ചെ ഇൻഷുറൻസ് കമ്പനിയിലൂടെ കാറോ വീടോ ഹെൽത്തോ എന്തും ഇൻഷുർ ചെയ്യാം. നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുമ്പോൾ 1 രൂപയ്ക്ക് തരുമെന്നൊക്കെയാണ്. അതൊക്കെ തെറ്റാണ്. ഒരു ഇൻഷുറൻസ് കമ്പനി തുടങ്ങണമെങ്കിൽ കുറഞ്ഞത് 100 കോടി രൂപ നിക്ഷേപം വേണം. അത് ജനറൽ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും മറ്റ് ഇൻഷുറൻസുകൾ റീ അഷുറൻസ് അടക്കമുള്ള മറ്റ് ഇൻഷുറൻസ് 200 കോടി രൂപ വേണം. എന്ന് മാത്രമല്ല, ഈ ഇൻഷുറൻസ് കമ്പനി നടത്തുന്ന ആൾക്ക് അതിനുള്ള സാമ്പത്തിക കപ്പാസിറ്റി ഉണ്ട്. ജനങ്ങളെ പറ്റിക്കില്ലെന്ന് ഉറപ്പാക്കാൻ IRDAIയുടെ പരിശോധനയുണ്ട്. അവർ പരിശോധിച്ചാൽ മാത്രമേ കിട്ടൂ. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു കമ്പനിയും ഇങ്ങനെ ഇൻഷുറൻസ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല, നടപ്പിലാക്കുന്നില്ല. ബോബി ചെമ്മണ്ണൂർ നല്ല ബിനാമികൾക്ക് പോലുമില്ല. നേരെ മറിച്ച് ഒരു ബ്രോക്കറേജ് എടുത്തിരിക്കുന്നു. ചില ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന്, പല ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ബ്രോക്കറേജ് എടുത്തിട്ട് ആ കമ്പനികൾക്ക് വേണ്ടി ആളെ പിടിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് നടത്തുന്നത്. അങ്ങനെയുള്ളവർക്ക് സ്വന്തമായി പാക്കേജ് പ്രഖ്യാപിക്കാൻ നിയമവിരുദ്ധമാണ്. ഇതൊക്കെ എവിടെന്നെങ്കിലും ആരെങ്കിലും കൊടുക്കുന്ന ആശയം അപ്പോൾ തന്നെ പ്രഖ്യാപിക്കും, നടപ്പിലാക്കാനല്ല. ബോബി ചെമ്മണ്ണൂർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനാണ്. ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി അപ്പോൾ തന്നെ വാർത്ത കൊടുക്കും. ഇപ്പോൾ കണ്ടോ, മനോരമയിലെ വാർത്തയാണ്. ബോബി ചെമ്മണ്ണൂർ ഇൻഷുറൻസ് രംഗത്തേക്ക് ഒന്ന് വാർത്ത കൊടുക്കുന്നു. ഇത്തരം എത്രയോ വാർത്തകൾ നമ്മുടെ നാട്ടിലെ ചാനലുകളും പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഇതൊന്നും നടപ്പിലാക്കാൻ വേണ്ടി അല്ല ബോബി ചെമ്മണ്ണൂർ ശ്രമിക്കുന്നത്. ബോബി ചെമ്മണ്ണൂറിന് അതിനുള്ള ശേഷിയുമില്ല. ഞാനിങ്ങനെ വലിയ പ്രസ്ഥാനമാണ്, പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന, ജനങ്ങളുടെ മേൽ വിശ്വാസം ഉണ്ടാക്കുക, ആ വിശ്വാസത്തിന് പുറത്ത് ജനങ്ങൾ ഡിപ്പോസിറ്റ് വാങ്ങുക. ബോച്ചയുടെ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ പണപ്പെരുവാണ്. എല്ലായിടത്തും ഏജന്റുമാരുണ്ട്, അവർക്കെല്ലാം കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ആ കമ്മീഷനിൽ ഡിപ്പോസിറ്റ് വാങ്ങുന്നു. മനുഷ്യരുടെ കയ്യിലിരിക്കുന്ന പണം സുരക്ഷിതമായി വയ്ക്കാനൊരു ഇടം ഇത്രയും വിശ്വാസത്തിലുള്ള ഒരാളാണെന്ന് ഓർത്ത് വാങ്ങുന്നു. എന്നാൽ ഇതിനൊന്നും ബോബിക്ക് ഒരു നിയമപരമായ ഉത്തരവാദിത്വമില്ല. കാരണം ഇവർക്ക് ആർക്കും ഒരു രേഖയും കൃത്യമായി കൊടുക്കുന്നില്ല. കൊടുക്കുന്ന രേഖയിലൊന്നും ബോബി ഒപ്പുവയ്ക്കുന്നില്ല. ഈ രേഖകളൊന്നും ഏത് കമ്പനിയാണെന്ന് ആർക്കറിയില്ല. വാസ്തവത്തിൽ 100 കണക്കിന് കമ്പനികളുണ്ടാക്കി ആ കമ്പനികൾ പണം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരുപാട് തവണ ഞാൻ ജനങ്ങളോട് പറഞ്ഞു.
പക്ഷേ ആർക്കും മനസ്സിലാവുന്നില്ല. ആളുകൾ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ് എന്തെങ്കിലും നടപ്പിലാക്കേണ്ടത്. ബോബിയുടെ സ്വർണ്ണക്കടകളുടെ ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ സത്യമാണ്. അതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുമുണ്ട്. ബാക്കി എന്തെങ്കിലും പ്രഖ്യാപനം, ബോബി ബസാർ 3000 സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുമെന്ന് പറഞ്ഞു, തുടങ്ങിയോ? വലിയ വാർത്തയായിരുന്നു. ബോച്ചെ 1000 ഏക്കറിൽ വിമാനത്താവളം തുടങ്ങാൻ പോകുന്നു, തുടങ്ങിയോ? ബോച്ചെ 1000 ഏക്കർ എന്തൊക്കെയോ നിയമക്കുരുക്കിപ്പെട്ട് കിടക്കുകയാണ്. ഓക്സിജൻ സിറ്റി തൃശ്ശൂരിൽ തുടങ്ങുമെന്ന് പറഞ്ഞു, തുടങ്ങിയോ? റിസോർട്ട് സമുച്ചയം ഉണ്ടാക്കുന്നു, തുടങ്ങിയോ? ചിലതൊക്കെ വാടകയ്ക്ക് എടുത്ത് വെച്ചു, അവരുമായിട്ട് ഭിന്നതയായി, അതിലൊരെണ്ണം അറ്റാച്ച് ചെയ്തു. ഒരെണ്ണത്തും കൃത്യമായി നടക്കുന്നു. ഇതിൽ ചേർന്ന ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു. നിരവധി പേർ എൻ്റെ അടുത്ത് പരാതിപ്പെടുന്നുണ്ട്. ബോച്ചെ ലോട്ടറിയുടെ അവസ്ഥ എന്തായി? എല്ലാ ദിവസവും 10 ലക്ഷം രൂപയുടെ നറുക്കെടുപ്പാണ്. നിങ്ങൾ എന്തെങ്കിലും നറുക്കെടുപ്പിനെ കുറിച്ച് കേൾക്കുന്നുണ്ടോ? എന്നിട്ട് ബമ്പർ നറുക്കെടുപ്പ് 25 കോടി ബമ്പർ നറുക്കെടുപ്പ് എവിടെയെങ്കിലും നടന്നോ? എവിടെയാണ് ബോച്ചെ ലോട്ടറി? നിങ്ങൾ ആരെങ്കിലും ബോച്ചെ ലോട്ടറി, ബോച്ചെറ്റി എവിടെയാണ്? ബോച്ചെറ്റി, ബോച്ചെറ്റിയുടെ വിൽപ്പനയുടെ പ്രൊമോഷനായിട്ടാണ് ബോച്ചെ ലോട്ടറി കൊടുത്തിരുന്നത്. എന്നിട്ട് എന്തായി? ഇങ്ങനെ എത്രയോ പ്രഖ്യാപനങ്ങൾ. ബോച്ചെ ബൈക്ക് ഒരു പാവപ്പെട്ട ചെറുക്കൻ്റെ കുത്തുവാള എടുപ്പിച്ചു. ഇങ്ങനെ ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കും. ചൂരൽമലയിൽ 1000 വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു, എവിടെയെങ്കിലും കണ്ടോ? ഇങ്ങനെ പ്രഖ്യാപിക്കുക, അതിന് പേരിൽ വാർത്ത കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ബോബി ചെമ്മണ്ണൂർ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ചെയ്യാനുള്ള ശേഷിയുമില്ല. ബോബി ചെമ്മണ്ണൂരിനെ വിമർശിക്കുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട്, നിങ്ങൾ അസൂയ കൊണ്ട് പറയുന്നതാണ്, കുശുമ്പ് കൊണ്ട് പറയുന്നതാണ്. അല്ല, ഞാൻ ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പിന് ആളുകൾ ഇരയാവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ലാതെ ബോബി ചെമ്മണ്ണൂർ വ്യക്തിപരമായ ഒരു പിണക്കവുമില്ല. ബോബി ചെമ്മണ്ണൂർ പ്രോപ്പർ ബിസിനസ് അല്ല. നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പണം പിരിച്ചെടുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന അഭ്യാസങ്ങളാണ്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം ബോബി ചെമ്മണ്ണൂരിനെ വെല്ലുവിളിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇത്രയേറെ ബിസിനസ് സംരംഭമുണ്ട്, ഏറ്റവും വലിയ സമ്പന്നനാണെന്ന് പറയുന്നു, കോടിക്കണക്കിന് രൂപ മുടക്കുന്നു, ഇൻഷുറൻസ് കമ്പനി തുടങ്ങുന്നു, ഓക്സിജൻ സിറ്റി ഉണ്ട്, ഓക്സിജൻ ക്ലബ് ഓക്സിജൻ ഒരുപാടുണ്ട്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് പുറത്തുവിടുമോ? ബോബി ചെമ്മണ്ണൂരിൻ്റെ ടാക്സ് റിട്ടേൺ പുറത്തുവിടുമോ? ബോബി എത്ര രൂപ കഴിഞ്ഞ തവണ ടാക്സ് അടച്ചു അത് പറയും. ബോബി ചെമ്മണ്ണൂർ പേഴ്സണൽ ടാക്സ് എത്ര അടച്ചു? ബോബി ചെമ്മണ്ണൂരിൻ്റെ ഓരോ കമ്പനിയുടെയും ലാഭം എത്രയാണ്? ബോബിയുടെ ജുവലറികളുടെ ലാഭം എത്രയാണ്? ബോബി ബോച്ചറ്റിയുടെ ലാഭം എത്രയാണ്? ഓരോ കമ്പനിയുടെ ലാഭം എത്രയാണ്? മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സിൽ നിന്ന് കടമെടുത്ത പണം, ഒരു റോൾസ് റോയ്സ് വെച്ചിട്ടാണ് 50 ലക്ഷം രൂപ ലോൺ കൊടുത്തത് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ബോബിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മുതൽ മുടക്കുകാരൻ. എന്നിട്ട് ആ റോൾസ് റോയ്സ് അറ്റാച്ച് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പറ്റിപ്പ് തുടരാൻ, ഈ പിരിവ് നിൽക്കാതിരിക്കാൻ വേണ്ടി ബോബി പറയുന്ന കള്ളക്കഥകളാണ് ഇതൊക്കെ. കേരളത്തിലെ പത്രങ്ങളും ചാനലുകളും കൊടുത്തുകൊണ്ടിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവർക്ക് അത് നഷ്ടപ്പെടും, ഒരു സംശയവും വേണ്ട. കാരണം ബോബി ചെമ്മണ്ണൂർ മണി ചെയിൻ മോഡലിൽ പുതിയ ആളുകളിൽ നിന്ന് പണം വാങ്ങി പഴയവർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഇത് ഒരിക്കൽ പൊട്ടാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് ഒരിക്കൽ പൊട്ടിപ്പോകും. വരവ് നിന്നാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ കച്ചവടം പൂട്ടും. ദയവായി പണം നിക്ഷേപിച്ചവർ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടും. നിങ്ങൾക്ക് ബോബിയെ പിടിക്കാൻ പറ്റില്ല. ഇതൊന്നും ബോബിയുടെ പേരിലല്ല. അല്ലെങ്കിൽ ബോബി ഇതൊക്കെ പുറത്തു വിടട്ടെ. ഈ സ്ഥാപനങ്ങളെല്ലാം ബോബി ചെമ്മണ്ണൂരിൻ്റെ പേരിലാണ്. ഈ കമ്പനികളിൽ ബോബി ചെമ്മണ്ണൂറിന് പങ്കാളിത്തമുണ്ട്, ഡയറക്ടർ ബോർഡിലുണ്ട്. ഇത് പുറത്തു വിടട്ടെ. ഇപ്പോൾ പുറത്തു വരുന്ന ക്ലബ് ഓക്സിജൻ അടക്കമുള്ളവ ഞാൻ പരിശോധിച്ച് നോക്കി. ബോബി ചെമ്മണ്ണൂർ അതിനകത്തൊന്നുമില്ല. ആദ്യം അദ്ദേഹത്തിന് ഭാര്യയും മകനും ഉണ്ടെങ്കിൽ പിന്നീട് ഒഴിവായി. ഇത് ഒരിടത്തും ബോബി ചെമ്മണ്ണൂരില്ല. ബോബി ചെമ്മണ്ണൂർ ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ മാത്രമാണ്. അതൊരു പണം നിക്ഷേപിക്കുന്നവർക്ക് നഷ്ടപ്പെടും. ആ ജാഗ്രത പാലിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ബോബി ചെമ്മണ്ണൂർ ശത്രുതയുള്ളത് കൊണ്ടല്ല. വ്യക്തിപരമായ ഒരു വിരോധവും എനിക്ക് അയാളോടില്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു വിസിൽ ബ്ലോവറുടെ ചുമതല ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. ബോബി ചെമ്മണ്ണൂർ ദയവായി തട്ടിപ്പിൻ്റെ വ്യാപ്തിയെങ്കിലും കുറയ്ക്കുക. ഇങ്ങനെ നിങ്ങൾ കണ്ടെടുത്തെല്ലാം ഓടി നടന്ന് കൈയിട്ട് വരാൻ നോക്കിയാൽ നിങ്ങൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമായി മാറും.